ബ്രേക്കിംഗ്. ഈ വാർത്താ പ്രഭാതം നമ്മളൊരു ബ്രേക്കിംഗോട് കൂടിയാണ് ആരംഭിക്കാൻ പോകുന്നത്. അതാരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാമെന്നായിരിക്കും. ഓഹോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗുമായി നമുക്കൊപ്പം റോഷിപാലാണ്. റോഷിപാലാണെങ്കിൽ രണ്ട് സാധ്യതകളാണ്. ഒന്ന് UDF-ലെ ഒരു വാർത്ത, അതല്ലെങ്കിൽ പിന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്ത. ഇത് രണ്ടും അല്ലാത്തൊരു വാർത്തയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പറയാൻ സമ്മതിക്കണ്ടേ? ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകൾ ഒന്ന് അതുമായി ബന്ധപ്പെട്ടതാണ്. കാരണം കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ അതിൽ മുൻ DGP ജയിൽ മേധാവിയായ R. ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അതിജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ? വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ഈ നടിയാക്രമിച്ച കേസിൽ അന്വേഷണ സംഘം കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി ഓൺലൈൻ വഴി R. ശ്രീലേഖ ഉന്നയിച്ചത്. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക്. നടിയാക്രമിച്ച കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകാതിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഈ കേസിലെ ഗൗരവമായ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് റോഷിപാൽ. അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? ദിലീപിന് ഒരു താരം എന്ന നിലയിൽ ഇഷ്ടമാണ് എന്നൊക്കെ കരുതി ശ്രീലേഖ ദിലീപിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോൾ അത് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കും. അതെ, ഒന്ന് വന്നാട്ടെ. ഈ ശ്രീലേഖയെ സ്വീകരിച്ച പാർട്ടി തന്നെ ഇപ്പോൾ ഈ അഭിമുഖത്തോടു കൂടി വെട്ടിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ നമ്മൾ ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. ശ്രമിച്ചു നോക്കൂ. ഓൾ ദ ബെസ്റ്റ്. നേരത്തെ ഈ ശ്രീലേഖയും ദിലീപും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നല്ലോ, അല്ലേ റോഷി? അത് ശരി. ഓൺലൈൻ ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ നമ്മൾ ഈ ശ്രീലേഖയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പൊ കൂട്ട പുറത്തുവിട്ടത്. അന്ന് ആ വാട്സപ്പ് ചാറ്റ് ഏതാണ്ട് 3 മാസത്തെ വാട്സപ്പ് ചാറ്റ് മാത്രമാണ്. എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട എന്നാ ചെവി പൊത്തിക്കളാം. ആ വാട്സപ്പ് ചാറ്റിൽ അവർ തമ്മിൽ വളരെ അടുപ്പമുള്ളതായി വ്യക്തമാകുന്നുമുണ്ട്. അവർ തമ്മിലുള്ള ചാറ്റ് അവർ ഫോണിൽ ഏറെ നേരം സംസാരിച്ചത്. എണീക്കാൻ തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലന്മാരുടെ കഞ്ഞൂടി മുട്ടും. ആ സംസാരിച്ചതിന് ശേഷം ദിലീപ് തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം, അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ശ്രീലേഖ ദിലീപിനോട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഈ വിഷമം മാറണമെങ്കിൽ നീ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം. എന്ത് സഹായം? ഇങ്ങനെ മുൻ DGP-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമീപനങ്ങൾ, അവർ തമ്മിൽ അത്രയേറെ അടുപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന ആ വാട്സപ്പ് ചാറ്റുകൾ അന്ന് പുറത്തുവിട്ടതാണ്. തീർച്ചയായും സാർ, ഇതിനൊന്നല്ല, സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്. വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. അതും ശ്രീലേഖയെ പോലെയുള്ള ഒരു മുൻ DGP ജയിൽ മേധാവി ഇത്തരത്തിലൊരു പ്രചരണം നടത്തുക, ദിലീപിന് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുന്ന പോലെയുള്ള പ്രചരണം നടത്തുന്നു. അതിനൊക്കെ ഓരോ താല്പര്യങ്ങളുണ്ടാവാം. ചിലർക്കൊക്കെ മറ്റെന്തെങ്കിലും ചിലത്തിലുള്ള ആനുകൂല്യങ്ങളാവാം. ചിലർക്ക് ഒരു സിനിമാ താരം എന്ന രീതിയിലുള്ള അമിതമായിട്ടുള്ള ഒരു ഫാൻസി ആവാം. ആ ഫാൻസിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ മരിച്ചു കഴിയുമ്പോൾ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ. സ്വന്തം യൂട്യൂബ് ഹിറ്റാക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട് മാഡം? കൊട്ടേഷൻ ബലാത്സംഗ കേസിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രതിയുമായി സ്വന്തം യൂട്യൂബ് ചാനൽ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു DGP-യാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. നമുക്ക് വേറെ വല്ല മാർഗവും ആലോചിക്കാം. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.